തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പേ മുസ്ലിം ലീഗ് തങ്ങളുടെ രാഷ്ട്രീയമായ ശക്തി പ്രകടിപ്പിച്ചു തുടങ്ങിയെന്ന ചർച്ച കോൺഗ്രസിനുള്ളിൽ സജീവമാണ്. മുഖ്യമന്ത്രി തർക്കത്തിൽ വി.ഡി. സതീശനെ പരസ്യമായി പിന്തുണച്ച ലീഗ് നിലപാടിനെതിരെ കോൺഗ്രസിൽ അമർഷം. ഹൈക്കമാൻഡിനെ ഹൈജാക്ക് ചെയ്യാൻ ലീഗ് ശ്രമിക്കുന്നു എന്ന വിമർശനമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ഭരണം ലഭിച്ചാൽ ലീഗ് ചെലുത്താൻ ഇടയുള്ള സമ്മർദ്ദത്തിന്റെ സൂചനയായും കോൺഗ്രസ് നേതാക്കൾ ലീഗ് നിലപാടിനെ കാണുന്നു. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് വടകര പാർലമെൻറ്റ് മണ്ഡലവുമായി ഉയർന്നു വന്ന ഒരു ഇക്വേഷനുണ്ട്. വി.ഡി. സതീശൻ, മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, ഷാഫി പറമ്പിൽ എന്നൊരു ഇക്വേഷൻ. അതിനുശേഷം പിന്നീട് പലയിടങ്ങളിലും പാലക്കാടായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണെങ്കിലും ഒക്കെ ഈ ഒരു ഇക്വേഷൻ വളരെ കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. അതിനെ അടിവരയിടുകയാണ് ഇന്ന് ശരിക്കും സാദിഖ് അലി തങ്ങൾ ചെയ്തത്. അതായത് സതീശിൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ സാലി പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ മുന്നണി രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ടുന്ന ആ ഒരു മര്യാദയുണ്ട്, ഒരു കക്ഷിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത്. പക്ഷേ അത് പരസ്യമായി തന്നെ മുസ്ലിം ലീഗ് ലംഘിച്ചിരിക്കുകയാണ്. സാലി, ഷമ്യ, അതിൽ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു ഘടകകക്ഷി മാത്രമായി മുസ്ലിം ലീഗ് ഇടപെടുന്നു എന്നുള്ളൊരു വിഷയം. കാരണം സാധാരണ കേരളത്തിൽ ഈ മുന്നണി രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പതിവില്ല. ഏത് മുന്നണിയിലാണെങ്കിലും ഒരു ഘടകകക്ഷിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അത് അവർക്ക് വിടുക, അവർ തീരുമാനിക്കട്ടെ, അത് മറ്റ് ഘടകകക്ഷികൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് രീതി. പക്ഷേ ആ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് ലീഗ് പരസ്യമായി ഇടപെട്ടിരിക്കുന്നത്. രഹസ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, പണ്ട് എ.കെ. ആൻ്റണിയെ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി അന്ന് ചരട് വലിച്ചത് ലീഗാണ്. കാരണം മതന്യൂനപക്ഷങ്ങൾ അനർഹമായത് സമ്പാദിക്കുന്നു എന്ന ആൻ്റണിയുടെ പ്രസ്താവനയ്ക്കെതിരെ ലീഗ് ചരട് വലിക്കുകയും ഒടുവിൽ ആൻ്റണിക്ക് രാജിവെച്ചൊഴിയേണ്ടി വരികയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകേണ്ടി വരികയൊക്കെ ചെയ്തു. പക്ഷേ അന്നും ഇത് പരസ്യമായി ഇവർ പറഞ്ഞില്ല. രഹസ്യമായി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തി നടത്തിയെടുക്കുകയാണ് അന്ന് ചെയ്തത്, ഉമ്മൻചാണ്ടിയുടെയൊക്കെ സഹായത്തോടു കൂടി. പക്ഷേ ഇന്ന് ആ പതിവ് തെറ്റിച്ചിട്ട് പരസ്യമായി മാധ്യമങ്ങളോട് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ്, ഞങ്ങൾ സതീശനൊപ്പമാണ്. അത് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ്റെ തുടർച്ചയാണ്. കാരണം കുറേ നാളുകളായി മുസ്ലിം മൈനോറിറ്റി കൺസോളിഡേഷൻ കേരളത്തിലുണ്ടാക്കി അതിൽ സാമൂഹ്യ സ്പർദ്ധ വളർത്തിയെടുത്ത് അത് യു.ഡി.എഫിൻ്റെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം, ആ ഇക്വേഷൻ, അതായത് അതിൽ സതീശനുണ്ട്, മുസ്ലിം ലീഗുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ ചില മാധ്യമങ്ങളുമുണ്ട്. അപ്പോൾ ആ കൂട്ടുകെട്ട് കുറേ നാളുകളായി പ്രവർത്തിച്ചു വരികയാണ്. അതിൻ്റെ തുടർച്ചയാണ്. അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടാകുന്ന റിസൾട്ടാണ് ഈ വരാൻ പോകുന്നത് എന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അവർക്ക് ഭൂരിപക്ഷം ഇക്വേഷന്റെ റിസൾട്ട് എന്നാണ് ഇവർ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായും സാലി, അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. യു.ഡി.എഫിന് കേരളത്തിൽ ഒരു വിജയം ലഭിച്ചാൽ അതിൻ്റെ കൃത്യമായ കാര്യം ഈ പറഞ്ഞ മുസ്ലിം കൺസോൾട്ടേഷനാണെന്ന് സ്ഥാപിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുത്ത ആൾ വി.ഡി. സതീശനാണ്. അദ്ദേഹത്തെ ഞങ്ങൾ പിന്താങ്ങുന്നു. അതാണ്, ശരിയാണത്. പക്ഷേ അത് മാത്രമല്ല പ്രശ്നം. രണ്ടാമത്തെ ഒരു വിഷയമുണ്ട്. ഇത് തീരുമാനിക്കേണ്ടത് ആരാ? ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. ഇനി അവർക്ക് യു.ഡി.എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വമായ ഹൈക്കമാൻഡാണ്. അങ്ങനെ ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കി ഹൈജാക്ക് ചെയ്യുന്ന ഒരു പ്രശ്നം ഇതിലുണ്ട്. അപ്പം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടു എന്ന് മാത്രമല്ല, അത് നേതൃത്വത്തെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന ഒരു സമ്മർദ്ദത്തിലേക്ക് ലീഗ് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് നൽകുന്ന സൂചന മറ്റൊന്നുകൂടിയാണ്. അതായത് ഇനി യു.ഡി.എഫ് അധികാരത്തിൽ വന്നാൽ അവരുടെ മന്ത്രിസഭയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ ലീഗ് എത്രമാത്രം സമ്മർദ്ദം ദൈനംദിന ഭരണത്തിലടക്കം ചെലുത്തും, മന്ത്രിമാരെ നിർണ്ണയിക്കുന്നതിൽ, പദവികൾ വീതം വയ്ക്കുന്നതിൽ തുടങ്ങി ദൈനംദിന ഭരണകാര്യങ്ങളിൽ പോലും ലീഗ് എത്രമാത്രം സമ്മർദ്ദം ചെലുത്തും, സ്വാധീനം ചെലുത്തും എന്നതിൻ്റെ ടെസ്റ്റ് ഡോസ് കൂടിയാണിത് എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും വിലയിരുത്തുന്നത്. അത് വേണ്ട എന്നാണ് ഈ കോൺഗ്രസ്സിലെ പ്രബലമായൊരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. അതിനൊരു കാരണം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ അവസാനത്തെ യു.ഡി.എഫ് മന്ത്രിസഭയുടെ കാലത്ത് 5ാം മന്ത്രി പദവിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ വിവാദം, അത് യു.ഡി.എഫിനുണ്ടാക്കിയ ഡാമേജ്, കേരള രാഷ്ട്രീയത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ, ചലനങ്ങൾ എല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ്സിലെ പ്രബലമായ ഒരു വിഭാഗം